നമസ്കാരം. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ഞങ്ങളുടെ കൊച്ചു സിനിമ അത് ഈ വരുന്ന മെയ് 31 റിലീസ് ചെയ്യുകയാണ് വേൾഡ് വൈഡ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടി പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ടീം, അതിൽ എല്ലാവരും ഇല്ല, വളരെ കുറച്ച് പേര് അതിൽ. കാരണം ഇതിൻ്റെ ഒരു സ്പേസിൻ്റെ ഒരു സ്ഥലപരിമിതി മൂലം നമ്മൾ ആറ്റത്തുനിന്ന് പരിചയപ്പെടുത്താം. മുബിൻ റാഫി നമ്മളെ ഈ സിനിമയിലൂടെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ റാഫിക്കയുടെ, ഈ സിനിമയുടെ കൂടി സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള റാഫിക്കയുടെ മകൻ മുബിൻ റാഫി. പിന്നെ മറ്റൊരു നായകൻ അർജുൻ അശോകൻ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാശ് മുടക്കി ബുദ്ധിമുട്ടിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ കലന്തൂർ സാറ്. പിന്നെ ഞാൻ ആദർശ. ഇത് ദേവിക സഞ്ജയ്. ദേവിക സഞ്ജയ് ഇതിനു മുമ്പ് നമുക്ക് പരിചയമുള്ള മകൾ എന്ന് പറയുന്ന സിനിമ. പിന്നെ ഞാൻ പ്രകാശൻ ആ സമയത്ത് കൊച്ചുകുട്ടിയായിരുന്നു. പിന്നെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നു. പിന്നെ മാളവിക മേനോൻ. നമ്മൾ ഒരുപാട് സിനിമകളിൽ നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക, പ്രത്യേകിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമുള്ള സൂര്യജിതയാണ്. ഇനിയിപ്പോൾ വാട്സപ്പ് ഓൺ ടൈമിനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ തള്ള് ആരംഭിക്കാം. മുബിൻ്റെ ഒരു എക്സ്പീരിയൻസ് മുബിനാണ് പറയേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കുറെ തള്ളി മറിച്ചിട്ടുള്ള ഇതിനു മുമ്പ് കുറെ സിനിമകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിനക്ക് എന്താണ് ഈ പടത്തെ കുറിച്ചിട്ട് തള്ളാനുള്ളതെന്ന് വെച്ചിട്ട് നിനക്ക് തള്ളാം. നിന്റെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞതൊക്കെ മുഴുവൻ പറയാം. എനിക്കൊരു ഫസ്റ്റ് പടം എന്നുള്ള രീതിയിൽ നാശികനെ പോലത്തൊരു ഡയറക്ടറിനെ കിട്ടിയത് ഭയങ്കര ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹമാണ്. കാരണം ഇപ്പൊ ഞാൻ അഭിനയിക്കുന്ന എന്തായാലും കുറെ പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പറ്റുന്നത്രയും കറക്റ്റ് ചെയ്ത് ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മളിതൊരു ഒരു പ്രോപ്പർ കോമഡി പടമല്ലല്ലോ, കുറെ ഒരു പക്ക കമേഴ്ഷ്യൽ എന്റർടൈനറിന് പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അത് വർക്ക്ഔട്ടായി ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇനി വേറെ എന്തെങ്കിലും പറയണ്ടോ? വേറെ എന്റെ കോ ആർട്ടിസ്റ്റുകള് അത് അവൻ ശ്വാസം പിടിച്ചിട്ടുണ്ടോ? അവനെ കുറിച്ചിട്ട് എന്തെങ്കിലും നീ ഒരു രണ്ടോക്കെ നല്ലത് കൂടെ അഭിനയിച്ചല്ലേ? അതെ, അവനാണ് സീനിയർ. അപ്പൊ അതെ, പ്രായം കൊണ്ട് സീനിയർ ആണ്, അല്ലെങ്കിൽ അഭിനയം കൊണ്ട് സീനിയർ ആണ്. പക്ഷെ നീയാ അല്ലെ അവനാ? നീ സീനിയറാ? രണ്ടുപേരും ശരി. അല്ല, നമ്മളിപ്പോ അഭിനയിക്കുമ്പോ ഇങ്ങനെ അർജുനൊക്കെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ട്. പല സ്ഥലത്തും എന്തെങ്കിലും കൺസ്ട്രക്ഷൻസ് വരും, ഇപ്പൊ എന്താ ചെയ്യാ ഡൗട്ടുള്ളപ്പോ പതുക്കെയൊക്കെ പറഞ്ഞു തരും. ചെവിയിലൊക്കെ മൈക്കൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ അതായിരുന്നല്ലോ സംസാരിച്ചത്. ഞങ്ങള് വിചാരിച്ചെന്നറിയോ വേറെ എന്തോ ഒരു അവിടെ അതില് ഈ നായികനെയൊക്കെ കുറിച്ചിട്ട് ഉച്ചക്ക് മന്തി വേണോ അല്ല, നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് അഭിനയത്തെ കുറിച്ചായിരുന്നു എന്നുള്ളതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. ഞങ്ങള് വെറുതെ തെറ്റിദ്ധരിച്ചു. ഞങ്ങൾ പലപ്പോഴും മാറി എന്ന് പറയണ്ടായിരുന്നു, ഇവന്മാർ എന്താണ് ഈ മാറിയെന്ന് സംസാരിക്കുന്നത്. പക്ഷെ ഇതായിരുന്നു എന്നുള്ളതിന്റെ ഒരു തീറ്റ കിട്ടുള്ള കളിയില്ലല്ലോ. തീറ്റ കിട്ടുള്ള കളിയില്ല. പക്ഷെ അതൊന്നും കാണല്ലോ. സാറിനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഞങ്ങൾ സ്വന്തം കാശ് നടന്നു. അല്ല, നീ മന്തിയും ഞങ്ങളൊരു 5 ദിവസം മന്തി അടിച്ചാൽ 5 ദിവസം ഡയറ്റ്, 5 ദിവസം മന്തി അടിച്ചാൽ 5 ദിവസം. അല്ല, ദേപുട്ടിനെ എല്ലാരും കൊണ്ട് തീറ്റിച്ച് മതിയായി സാറേ. ഇതേ ഈ ദേപുട്ടിന്റെ പ്രൊമോഷനായി പോകും. അപ്പൊ നമുക്ക് നമ്മുടെ ഈ വാട്സാപ്പ് ഇതിന്റെ ബാക്കിൽ വെച്ചേക്കുന്ന ഈ സിനിമയെ കുറിച്ചിട്ടും സംസാരിക്കണ്ടേ അല്ലേ? ടേസ്റ്റി ഇന്ത്യ എന്ന പരിപാടിയായി പോകും. അതെ അതെ. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ റാഫിക്കയുടെ ഒരു സ്ക്രിപ്റ്റിൽ നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ കൊതിച്ച അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് കൊതിച്ചു കിടന്നൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം സഫലീകരിച്ചു. റാഫിക്കയുടെ മകൻ യാദൃശ്ചികമായിട്ട് അതിൽ ഹീറോ ആയി. പിന്നെ അതോടൊപ്പം തന്നെ അശോകൻ ചേട്ടൻ്റെയൊക്കെ മിമിക്രി സ്റ്റേജിൽ പോയിരുന്നിട്ട് ഏറ്റവും ഫ്രണ്ടിൽ നമ്മുടെ ഏലൂർ അമ്പലത്തിലൊക്കെ വന്ന സമയത്ത് ഫ്രണ്ടിൽ തന്നെ പോയി ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിരുന്ന് കണ്ട ആളാണ് ഞാനൊക്കെ. അശോകൻ ചേട്ടൻ്റെ മകനെയും വെച്ചിട്ട് എനിക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ഒക്കെ ലഭിച്ചു. പിന്നെ എന്താ പറയുക,
കലന്തൂർ സാറിനെ പോലെ എന്നാ ഞാൻ പറഞ്ഞല്ലേ സാറ് ഒരു പുതിയ ആളെ വെച്ചിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ചാടിക്കയറി ചെയ്യില്ല. പലർക്കും സംശയമായിരിക്കും. ആ സമയത്ത് എല്ലാവരും വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ചെയ്യുന്നത് ഇപ്പോൾ അർജുൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. 2 ഹീറോസ് ആണെങ്കിൽ അതിൽ പുതിയ ആളെ വെച്ചിട്ട് എന്തിനാണ് പരീക്ഷിക്കണം, നമുക്ക് വേറെ ആളെങ്കിലും വെച്ചിട്ട് പരീക്ഷിക്കാൻ പോരെ എന്ന് ഒരു പ്രാവശ്യം പോലും തമാശക്ക് പോലും ചോദിക്കാത്ത ഒരു പ്രൊഡ്യൂസർ. അതൊക്കെ ശരിക്കും ഫുൾ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വിട്ടുതരിക എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷം സാറിനോട് അതിൻ്റെ താങ്ക്സും പറയുന്നു. പിന്നെ ഈ 2 കുട്ടികൾ ഇവരുടെയൊക്കെ ശരിക്കും ദേവികയുടെയൊക്കെ സിനിമ ദേവികയെ കുറിച്ചിട്ട് നമ്മളുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഉമ്മയുടെ ഉമ്മയാണ് ദേവികനെ സജസ്റ്റ് ചെയ്തത് അല്ലേ, ഏത് ഹീറോയിൻ വേണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്. റാഫിഖാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ വൈഫ് പറഞ്ഞു ഇങ്ങനെ ഒരു മോളുണ്ട് അവളെ നോക്കുന്ന പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രകാശനില്ല, അപ്പോൾ ഞാൻ പ്രകാശനിൽ അഭിനയിച്ച കൊച്ചു കുട്ടി എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അത് ഇവനെ ഞാനിങ്ങനെ നോക്കിയിട്ട് ആ കൊച്ചിനെ ഇങ്ങനെ മനസ്സിലാലോചിച്ച് നോക്കിയപ്പോൾ അതല്ല. അതിനുശേഷം മകളിൽ നായികയായിട്ട് അഭിനയിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മകള് കണ്ടു. പിന്നെ ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് വേറെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഈ സൈസ് കൊണ്ട് അല്ലെങ്കിൽ കുട്ടി വലുതായിട്ടുണ്ടാവോ എന്നുള്ളൊരു സംശയം മാത്രമുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചിരുന്ന കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കേണ്ടി വന്നു. കുട്ടി വലുതായി, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലുതായി. അപ്പോൾ നല്ല ആക്ടേഴ്സാണ്. ഇപ്പോൾ ശരിക്കും മാളവികയാണെങ്കിലും ഇതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രങ്ങളിൽ ഒന്ന് ചെയ്തതാണ്. കാരണം നമ്മുടെ അശ്വത് ലാല് ഹൃദയം സിനിമയിൽ നമുക്ക് സുപരിചിതനായ കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഈക്വലായിട്ടുള്ള അദ്ദേഹം നല്ലൊരു കഥാപാത്രത്തെയാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ആ പാട്ട് സീൻ കണ്ടപ്പോൾ തന്നെ അറിയാം ഇവർ രണ്ടുപേരും കൂടി ആ കല്യാണ പാട്ട്. ഇനിയിപ്പോൾ അത് സസ്പെൻസ് ആക്കി വെച്ചിട്ട് കാര്യമില്ല. ആ പാട്ട് വളരെ ഹിറ്റായിരുന്നു. 5 മില്യൺ കഴിഞ്ഞാണ്. അപ്പോൾ അതിലൂടെ നമുക്കറിയാവുന്ന ഒരു ജോഡി. പിന്നെന്താ പറയുക, സിനിമ കുറിച്ചിട്ട് ബേസിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു റാഫിക്കായും ഞാനും കൂടി ചെയ്യുന്ന ഒരു സിനിമ. റാഫിക്കയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിലും എൻ്റെ സിനിമകളുടെ ആദ്യകാല ചിത്രങ്ങളിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്നത് കട്ടപ്പനയിൽ ഋതിക് റോഷൻ അല്ലെങ്കിൽ അമർ അക്ബർ അന്തോണി കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഒരു തെങ്കാശി പട്ടണം അല്ലെങ്കിൽ ഒരു പഞ്ചാബി ഹൗസ് ഒക്കെ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് വന്നാൽ അത് അങ്ങനെയല്ല എന്ന് ഞങ്ങൾ ഇപ്പോഴേ പറയാം. കാരണം വെച്ചാൽ അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ ചിരിപ്പിക്കുന്ന സിനിമ അല്ല ഇത്. എന്നാൽ ഇതിനകത്ത് ചിരിയില്ലേന്ന് വെച്ചാൽ ചിരിയുണ്ട്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാറ് നേരത്തെ പറഞ്ഞ ദേപുട്ടിൻ്റെ കാര്യം ഞാനിപ്പോൾ പറയാം. പുട്ടിൽ പീരിട്ട പോലെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ പുട്ടിനെ ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നുള്ളൂ. അതിനൊരു പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ പുട്ടിൽ പീരിടുന്ന പോലെ ഞങ്ങൾ ഇതിനകത്ത് ചിരിയുണ്ട്. ഇതൊരു ഞങ്ങളുടെ ദേപുട്ടിലൊരു ഇതുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളുടെ വിനീത് ശ്രീനിവാസൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് പുട്ടുതാലി അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ ചേരുവ പോലെ ഒരു നോൺ വെജ് പുട്ടുതാലി ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ അതിനകത്ത് ബീഫ് ഉണ്ടാവും, മട്ടൺ ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, എഗ്ഗ് ഉണ്ടാവും, ഫിഷ് ഉണ്ടാവും. പിന്നെ പുട്ട് തന്നെയാണെങ്കിലും എല്ലാ വീറ്റ് വെച്ചിട്ടുള്ള പലതരത്തിലുള്ള അതുപോലെ ഈ സിനിമയിൽ ഞങ്ങൾ എല്ലാ തരത്തിലുള്ള തമാശയുണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഫൈറ്റ് ഉണ്ട് അല്ലേ? വേറെ എന്താണ് ഞാൻ ഫുൾ പറഞ്ഞേനെ. പക്ഷെ സിനിമ ഫുഡ് പറഞ്ഞപ്പോഴേ ചിന്താങ്കോട്. അപ്പൊ എല്ലാ ചേരുവകളും ഉള്ള ഒരു സിനിമയാണ്. പിന്നെ ഇതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മുടെ ക്യാമറമാൻ നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഷാജേട്ടനാണ്. ഷാജേട്ടൻ്റെ എക്സ്പീരിയൻസ് അറിയാലോ നിൽക്കുന്നത്. നമ്മൾ ഒരുപാട് വലിയ വലിയ സിനിമകളുടെ ക്യാമറമാൻ ഷാജേട്ടൻ. പിന്നെ നമ്മുടെ ആർട്ട് ഡയറക്ടർ സന്തോഷ് രാമൻ. പിന്നെ മ്യൂസിക് ഡയറക്ടർ ഹൃദയം എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ചെയ്ത ഹിഷാം അബ്ദുൽ വഹാബ്. ഇപ്പോഴത്തെ ട്രെൻഡാണ്. അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഒരു പാട്ട് ഞാനും ചെയ്തിട്ടുണ്ട്. ഇതിൽ പാടിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ഹിഷാമ് പാടിയിട്ടുണ്ട്, ഹരിശങ്കർ, വിധു പ്രതാപ്, ധന റാസിക്ക്, സിതാര, പിന്നെ ഞാൻ, സമദ്, അങ്ങനെ കുറേ പാട്ടുകാരുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഇങ്ങനെ ചിലത് വിട്ടു വരുന്നു. ഇനി ബാക്കി എൻ്റെ ശ്വാസം പോയി. ബാക്കി പോയി കൈ പോയി. അല്ല, ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാം അടങ്ങിയൊരു ഫിലിമാണ്. എന്റർടൈനിങ് ആണ്. എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ റസിയ. അല്ല, ആലോചിച്ചില്ല ഞാൻ എവിടെ തുടങ്ങുന്നത്. റസിയ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. സിറ്റുവേഷനില് ഒരു ഫാമിലിയിലെ സിറ്റുവേഷനില് കടന്നു പോകുന്ന ഒരു കുട്ടി, ഒരു സാധാരണ ഒരു റസിയ കുട്ടിയാണ്.
അവർക്കുണ്ടാവുന്ന ചുറ്റുണ്ടാവുന്ന ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നു, ഹെൽപ്പ് ചെയ്യുന്നു, ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ മെയിൻലി എനിക്ക് പറയാനുള്ളത് എന്താ പറയാ, മെമ്മറബിൾ ആയിരുന്നു സെറ്റിൽ എല്ലാവരും. ഇവരൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ടീസ് ചെയ്യുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ അത്രയും ഫണ്ണായിരുന്നു, എന്റർടൈനിങ് ആയിരുന്നു ലൈവായിട്ട് തന്നെ. അതേ ആ ഒരു ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ ആ ഒരു എന്റർടൈനിങ്ങും ഫണ്ണും എല്ലാം നമുക്ക് സ്ക്രീനിലും കാണാൻ പറ്റും. പ്ലസ് ഇമോഷനും ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, നല്ല അടിപൊളി സോങ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഒരു വെഡിങ് സോങ് ഇറക്കിയിരുന്നു, പിന്നെ ഇവരുടെ ഒരു സോങ് ഇറക്കിയിരുന്നു. എല്ലാം രസമായിട്ടാണ് ഇറങ്ങുമ്പോൾ ഞാനും കാണുന്നത്. അതേപോലെ നിങ്ങൾക്കും അത് കണ്ട് ആസ്വദിക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ബാക്കി 31-ാം തീയതി മൂവി കണ്ടിട്ട് പറയാ. തല്ലി മറിക്കി. ഇപ്പം മൂവിനെ പറ്റിയും എക്സ്പീരിയൻസിനെ പറ്റിയും പറയുവാണെങ്കിൽ ഞാനിപ്പോ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ ഞാൻ സത്യൻ സാറിന്റെ സെറ്റിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് എങ്ങനെയാണ് വേറെ എവിടെ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ആണെങ്കിൽ അത്രയും വീട് പോലെ അത്രയും കംഫർട്ടബിൾ ആയി. അതേ സിമിലർ സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെയും. ഇവിടെ വന്നപ്പോഴും കഥയാണെങ്കിലും എല്ലാവരുടെയും കളിയാണെങ്കിലും ചിരിയാണെങ്കിലും. മാളിക ചേച്ചി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒരു ദിവസം രാത്രി ഷൂട്ട് കാണാന്ന് വിചാരിച്ചു നിന്ന്, പക്ഷെ ഞങ്ങളൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് ഡം ഷെറീഡ്സ് ഒക്കെ കളിച്ചു. ഇറ്റ് വാസ് സോ ഫൺ. ദ ഹോൾ എക്സ്പീരിയൻസ് ഓൺ ദ സെറ്റ് വാസ് സോ ഫൺ. എല്ലാവരുടെയും ഒരുപാട് എഫേർട്ട് ഉണ്ട് ഈ മൂവിയിൽ. സാറ് പറഞ്ഞ പോലെ എല്ലാ എലിമെന്റ്സും ഉണ്ട്. എല്ലാ ഫൺ ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും ത്രില്ലർ ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാ എലിമെന്റ്സും ഉണ്ട്. ആൻഡ് ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ പോയി കണ്ടിട്ട് എന്താണോ റിവ്യൂസ് അതാണ് ഏറ്റവും വലിയ ഇൻപുട്ട്. നമുക്കാണെങ്കിലും ഇനി ഫ്യൂച്ചറിൽ ചെയ്യുന്നവർക്കാണെങ്കിലും അറ്റ് ദിസ് ടൈം എന്താണ് ഓഡിയൻസ് എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടൈമാണ്. എന്ത് വർക്ക് ചെയ്യും എന്ന് അറിയാത്ത പോലത്തെ ഒരു സമയമാണ്. അപ്പോ റിവ്യൂസ് ആണ് ഏറ്റവും വാല്യുബിൾ ഇൻപുട്ട്. അതും അത്രയും ഓണസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. പിന്നെ തിയേറ്ററിൽ പോയി പടം കാണാം, അത്രേ ഉള്ളൂ. പിന്നെന്താണ് എക്സ്പീരിയൻസ്? As a producer, wonderful experience. Nadarsha, Rafi Kutete, there are no questions to be asked. It is a pure entertainment. Go and enjoy. ഇത്രേ ഞാൻ പറയൂ. സാറ് അഭിനയിച്ചതിനെ കുറിച്ചിട്ട് പറയാം. ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. നാദർഷയോട് പണ്ടെങ്ങനെ ഞാൻ റോള് ചോദിച്ചതാ. അപ്പൊ കൊടുത്തു. അപ്പൊ നാദർഷ ഇയാളെ എന്ന് പോയി ചവിട്ടി ഇറക്കിയതാ. ഏത് പടത്തില്? അത് പറയില്ലായിരിക്കോ. ഇന്റർവ്യൂ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. അപ്പോഴേ നാദർഷ ഒരു കണ്ടീഷൻ ഇട്ടു, പ്രൊഡ്യൂസർ ആവുമ്പോ ഞാൻ തരാം. വെറുതെ പറഞ്ഞിട്ട് അല്ല എന്റെ ഓർമ്മയിലില്ല അങ്ങനെ. ഇല്ല വെറുതെ പറഞ്ഞല്ല. ആയിക്കോ. ഇല്ല വെറുതെ ഈ നാദർഷ ചോദിച്ച് സാറിന് ചെറിയ ക്യാരക്ടർ ഉണ്ട് പറ്റുമെന്ന് പറയാൻ. ഐ ക്യാൻ ട്രൈ. ഈ മേഡ് മീ ടു ആക്ട്. താങ്ക്സ് ഫോർ ഓൾ ദി ക്രൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പല പ്രാവശ്യം അല്ല വേറെ കാര്യമുണ്ട് സാർ. ഈ നമുക്ക് സിനിമയില് സെന്റിമെന്റ്സിന് കാര്യമില്ലത്. ഇപ്പൊ ഞാൻ പഠിച്ചിരിക്കുന്ന ശരിക്ക് സിനിമയില് അച്ഛനാണെങ്കിലും മകനാണെങ്കിലും ഇപ്പൊ നമ്മളുടെ മക്കൾ അഭിനയിച്ചാണെങ്കിലും സിനിമയിൽ ആവശ്യമില്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. ശരിക്കും ഇറച്ചി വെട്ടുകാരനെ മനസ്സിലാക്കണം ഒരു ഡയറക്ടർക്ക് എഡിറ്റർക്ക് നിന്ന് പഠിച്ചിരിക്കുന്ന ആള്. അതിന് യാതൊരു ദർശനം പാടില്ല. അപ്പൊ നമ്മൾ അഭിനയിച്ച സീനാണെങ്കിലും കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. പിന്നെ സാറ് അഭിനയിച്ചിട്ട് സാറ് കാശ് മുടക്കുന്നത് വിചാരിച്ചിട്ട് പ്രൊഡ്യൂസറാണെന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് അഭിനയിച്ചിട്ട് ശരിയായില്ലായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ മാറ്റിയത്. പക്ഷെ അത് ഓക്കെ എന്റെ പേരിലാണ്. ഇപ്പൊ സാറ് മറ്റേ പൈസ മുടക്കിയതിന്റെ പേരിൽ ഞാൻ അഭിനയിപ്പിച്ചു എന്നുള്ളൊരു ധാരണ വേണ്ട. ഇല്ലട്ടോ. സാറ് നന്നായിട്ട് അഭിനയിച്ചിട്ട് കൊള്ളില്ലായിരുന്നെങ്കിൽ പതുക്കെ ആ ഒറ്റ ദിവസം മാത്രം വെക്കുക. അത് നമ്മൾ റീഷൂട്ട് ചെയ്യേണ്ടി വന്നതന്നെ. സാറിന് കുറച്ച് കാശ് കൂടി പോയാൽ മാത്രമേ ഉള്ളൂ. പക്ഷെ സാറ് ചെയ്തിരിക്കുന്ന വേഷം അത് തിയേറ്ററിൽ കണ്ടേ. അല്ല ഈ ഇതിനകത്ത് നമ്മളൊരു ഞാൻ പറഞ്ഞ പോലൊരു ബാധ്യത എന്ന് പറയുന്നത് കിടക്കുന്നത് ഈ പറയുന്ന ഞങ്ങൾ രണ്ടുപേരും
പ്രീവിയസ് സിനിമകളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബാധ്യതകൾ. തമാശകൾ ഏറ്റവും കൂടുതൽ ശരിക്കും ആൾക്കാർ അത് എന്താ പറയുക, അത് പ്രതീക്ഷിക്കും നമ്മളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു തമാശ ഒരിക്കലും ആദ്യം തൊട്ട് അവസാനം വരെ ഇല്ലാത്തൊരു സിനിമയാണെന്ന് ഉള്ളൊരു മൈൻഡ് വേണം ഈ സിനിമ കാണാൻ വരുമ്പോൾ. എന്നാൽ ഈ തമാശയില്ല, ഇപ്പോൾ ഇയാൾ പറയുന്ന പോലെ നിങ്ങളുടെ തമാശ കാണാനല്ലേ പിന്നെ ഞങ്ങൾ എന്തിനാ തിയേറ്ററിലേക്ക് വരുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നാം. എന്നാൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഈ സിനിമ കാണുന്നത്? പക്ഷെ അങ്ങനെയല്ല. പക്ഷെ സിനിമ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ നിരാശപ്പെടുത്താത്ത തരത്തിലുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്ന് മാത്രം വിശ്വസിക്കുക. പിന്നെ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ ആളെ വെച്ചിട്ട് ഈ പടം ചെയ്യാനായിട്ട് സാറിനും ആ കോൺഫിഡൻസ് നൽകിയത് ശരിക്കും ഞങ്ങളുടെ ആ കോമ്പിനേഷൻ അല്ലേ? ആണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് സിനിമയുടെ എന്താ പറയുക, ജനങ്ങളെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്നത്. ആ ആകർഷിക്കുന്ന ജനങ്ങളുടെ അടുത്ത് ആദ്യമേ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ധാരണയോടുകൂടി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇന്ന ഒരു പാക്കേജിലായിരിക്കും ഈ സിനിമ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ഓഡിയൻസിനകത്ത്. ഇപ്പം അതിപ്പോൾ നമ്മളുടെ സിനിമയുടെ അല്ല കേട്ടോ, ഏത് സിനിമ കാണാൻ പോലും, ആരുടെ സിനിമ കാണാൻ പോയാലും അത് ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളവിടെ ചെല്ലുമ്പോഴാണ് ആ സ്ക്രിപ്റ്റിന് പറ്റുന്ന തരത്തിൽ ആ സിനിമ മുന്നോട്ട് പോയില്ലെങ്കിലാണ് നമ്മളുടെ അഭിപ്രായം മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് നിങ്ങളായിട്ട് ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതരുത്. ആ സ്ക്രിപ്റ്റ് നിങ്ങൾ ചിന്തിക്കരുത്. ഒരു സ്ക്രിപ്റ്റും ഇല്ലാതെ തിയേറ്ററിലേക്ക് വരിക, ആസ്വദിക്കാം. താങ്ക് യു. അപ്പോൾ 31 ഞങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വരിക. തിയേറ്ററിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആഘോഷിക്കാവുന്ന ഒരു സിനിമയാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ അസ്ഥാനത്താകില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ 31 നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.